ആനപ്പന്മാർ തങ്ങാൻ വേണ്ടി ഇത്രയും വലിയ ഇതാ. അത്രയധികം ആനകളോടുണ്ട്. കയ്യിൻ്റെ വലിപ്പം കേട്ടാ കണ്ടാ. മുകളിൽ കയറാനുള്ള സ്റ്റെപ്പൊന്നും കാണില്ലേ. പ്രസന്ന വീരപക്ഷ ടെമ്പിൾ എന്നാണ് പറഞ്ഞത്. ഇതും ശിവൻ അമ്പലം തന്നെയാണ്. ഭൂമി ലെവലല്ലേ ഇത് കാണുന്നത്. കണ്ടു പോകണ്ട ഈ അമ്പലം നിൽക്കണമെങ്കിൽ കുഴിയില്ല. ഇത് കാണുന്നത് ഒരു ശിവൻ്റെ അമ്പലമാട്ടാ. ഇതിൻ്റെ പ്രത്യേകത എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അണ്ടർഗ്രൗണ്ടിലാണുള്ളത്. ഇത് ഭൂമി ലെവലല്ലേ ഇത് കാണുന്നത്. കണ്ടു പോകണ്ട ഈ അമ്പലം നിൽക്കണമെങ്കിൽ കുഴിയില്ല. നമ്മളപ്പോൾ താഴ്ചക്ക് ഇറങ്ങി പോകണം. സംഭവം രസകരമായിട്ടുള്ള കാഴ്ചയാണെങ്കിലും പ്രസന്ന വീരപക്ഷ ടെമ്പിൾ എന്നാണ് പറഞ്ഞത്. ഇതും ശിവൻ അമ്പലം തന്നെയാണ്. ഈ സാധനം ഒറ്റക്കല്ലടാ. ഇത് ഈ തൂണ് ഇതൊക്കെ നശിച്ചു. ഇതിന് മുകളിലേക്കൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഒക്കെ നോക്കി സംഭവം നമ്മൾ താഴ്ത്തടാ. ഒരു ലെയർ കൊണ്ട് താഴ്ത്ത. ഇവിടെ ഫുള്ള് വെള്ളം, ഭയങ്കര പൊട്ട സ്മെല്ല്. ശിവൻ്റെ പ്രതിമ ഒറ്റത്താന്നുണ്ട്. ഇതിനൊക്കെ മുന്നേ നടന്നു പോലെ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വെള്ളം കയറിയിട്ടാകെ നശിച്ചു. സംരക്ഷിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംരക്ഷിക്കുന്നുണ്ട്, ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അങ്ങനത്തെ ഒരു രീതിയാണ് ഇപ്പോൾ ഞാൻ കാണുമ്പോൾ തോന്നുന്നുണ്ട്. ചില സ്ഥലങ്ങളൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നോക്കുന്നുണ്ട്. ഇതൊക്കെ നോക്കി ഇടിഞ്ഞു പൊളിഞ്ഞു കിട്ടില്ലാടാ. അതിൻ്റെ അപ്പുറത്ത് ഇത് നോക്കി എൻ്റെ അമ്മോ, ഇത് ഫുള്ള് കരിങ്കല്ല്. മൊത്തം കരിങ്കല്ല്. എൻ്റെ അമ്മോ, ഒരു ടേരട്ടട വലിപ്പം നോക്കി. ശരിക്കും നോക്കി എൻ്റെ കയ്യിൻ്റെ വലിപ്പം കേട്ടാ. കണ്ടാ അച്ഛൻ്റെ കൈപ്പത്തിരി നീളുണ്ട് ഈ സാധനം. രണ്ട് സൈഡ് കല്ല് വെച്ചിട്ട് ഉള്ളിൽ പോലെ ചെറുകല്ലുകളിട്ട് തൂർക്കാൻ തോന്നുന്നുണ്ട് ഇവര്. കണ്ടാ കല്ല് മണ്ടിട്ട് ഇവിടെയൊക്കെ അങ്ങനെ കിടക്കണത്. പക്ഷെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ലേ. ഇവരമ്പല സിസ്റ്റർ സ്റ്റോൺ എന്നുകൊണ്ട് അപ്പുറത്തുണ്ട്. അത് രണ്ട് പാറക്കല്ല് വലുത് ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അത് തന്നെയാണ് സിസ്റ്റർ സ്റ്റോൺ എന്ന് പറഞ്ഞത്. ഇത് മണ്ഡപം തോന്നുന്നുണ്ട്. മേ ബി കല്യാണ മണ്ഡപമായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം. മണ്ഡപമാണത്. നോക്കി മുകളിൽ കൊത്തി വെച്ചിട്ടുള്ളത്. അടിയിലേക്ക് ഇങ്ങനെ നിൽക്കണ രീതിയിൽ സാധനം കൊത്തിയിട്ടുള്ളത്. കലാകാരന്മാരാണ്, സമ്മതിക്കണം. എന്തോ കന്നഡാണോ ഏത് ഭാഷ എന്ന് പോലും അറിയില്ലേ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫിനിഷിങ് ഉണ്ടോ ഓരോന്നും നോക്കിയേ. കറക്റ്റായിട്ടൊരു ഇതില്ല എന്നിട്ട് പറയാം അത്രയും ഫിനിഷിങ്. ഇവിടുത്തെ നോക്കി ഓരോന്ന് നോക്കി അത്രയും ഭംഗിയിലെടുത്തുണ്ട്. ദേവിയുടെ ശില്പം നോക്കി. എൻ്റെ അമ്മോ, രക്ഷിതേ എന്താ 3 തലയുള്ള ദേവി. ദേവിനില്ലേ ഈ സാധനം ഒരൊറ്റക്കല്ല. ഇതൊറ്റക്കല്ല. ഇത് ശിവലിംഗം. ഇതൊക്കെ ഒറ്റക്കല്ല. അതൊറ്റക്കല്ല. ഇതൊക്കെ ഒരു കല്ല് വെച്ചിട്ട് കണ്ട. ഇത് ഒറ്റക്കല്ല. ഇതൊക്കെ പീസുകളാണ്. പക്ഷെ ഈ ഫ്രണ്ടിൽ കൂടുതൽ ഒറ്റക്കല്ല. പലതും ഇവിടെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറ. അവിടെയൊക്കെ സ്റ്റേ കൊടുത്തിരിക്കുക പലതും. ഒന്നും സിമെന്റ് എന്ന് പറഞ്ഞ സാധനം കേട്ടോ. വെറുതെ കല്ലട്ടിട്ട് വെച്ചിരിക്കുക ഇവര്. ഇത്രയും വർഷമായിട്ട് സാധനം നിന്നൂലോ ആലോചിക്കുമ്പോൾ. പാരൻസ് എന്ന് പറഞ്ഞത് ബേസ്മെന്റ് ഓഫ് പാരൻസ്. ലോട്ടസ് മാള്. ഇത് ഇഷ്ടിക കൊണ്ടുണ്ടാക്കില്ലാട്ടാ. കണ്ടാ മണ്ണും ഇഷ്ടികൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാ. നമ്മോ പക്ഷെ എന്ത് ഫിനിഷിങ്ങാ നോക്കി. എൻ്റെ കളറിനെ നല്ല രസമുണ്ട് കാണാൻ. വിഷയമാണ്. മുകളിൽ രസം കിട്ടാ. മുകളിൽ ഞാൻ കയറാനുള്ള സ്റ്റെപ്പൊന്നും കാണണ്ടേ. കിണറത് ഇത് വിഷയം കാണാണ്ട് കേട്ടോ. രക്ഷില്ലേ. ഇതാണ് പണ്ട് കാലത്ത് അവിടുത്തെ വാച്ച് ടവർ. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. അത് ഇതിനെങ്ങനെ കയറാന്ന് അറിയില്ല. ഉള്ളുകൂടെയാണോ ഇതിൻ്റെ സൈഡിലൂടെ ഒരു ഇത് കാണാണ്ട്. ഇനി ഇത് ഇടിഞ്ഞ് പൊളിഞ്ഞിട്ട് ഇതായിട്ടുള്ളതാണെന്ന് അറിയില്ല കേട്ടോ. വാച്ച് ടവർ എന്ത് ഹൈറ്റാണുള്ളത്. ഒരു 4 നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ഉണ്ടാവും. ഓ ഇത് ആനേനെ
കെട്ടാൻ വേണ്ടി നിർത്തിയ സ്ഥലം വന്നിട്ട്. ആ മോനെ ഇതിനകത്ത് ആനേനെ കെട്ടാൻ വേണ്ടി നിർത്തണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഇവിടുന്ന് പ്രതിഭം ചെറിയൊരു വഴി അമ്പോ. പക്ഷേ ഈ സാധനം നോക്കി അതിന് പുറകിലേക്ക് വഴിയുണ്ട്. എല്ലാത്തിനും പുറകിലേക്ക് വഴി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് മുകളിലേക്ക് നോക്കി ഓട്ടം പറഞ്ഞ അമ്മര് കേട്ടോ. എന്താ അതിൻ്റെ പുറകിൽ സൈഡിലേക്കൊക്കെ വഴികളുണ്ട്. 11 ആനേനെ കെട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയില്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. 11 ഹോള് കാണാനുള്ളൂ. 11 ഉണ്ടാവുള്ളൂ. എൻ്റെ ദൈവമേ, അടിയിൽ നിന്ന് വെള്ളമോട് പൊട്ടിപ്പോയി. ആനപ്പന്മാർ തങ്ങാൻ വേണ്ടി ഇത്രയും വലിയ ഇതാ. അത്രയധികം ആനകളോട് ഉണ്ട്. ഇത് ഗാർഡ് ഹൗസാട്ടോ ഈ കാണുന്നത്. എന്ത് വലുതാണല്ലേ.